തീ പിടിച്ചവരുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി കടന്നു വന്നിരിക്കുന്നത് ബ്രദർ ലാലു ചെറിയാൻ, പാല മുത്തോലി സ്വദേശി. വളരെ ചെറുപ്പത്തിലെ തന്നെ ഒരുപാട് കഷ്ടതകൾ, പ്രതികൂലങ്ങളൊക്കെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായി വന്നു. വെറും 7ാം ക്ലാസ് കൊണ്ട് വിദ്യാഭ്യാസം അവസാനിപ്പിച്ചു. എന്നാൽ കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ, ക്രിസ്തുവിനായി ജീവിതം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരുപാട് ഉന്നത സ്ഥാനങ്ങളിലേക്ക് ദൈവം ഉയർത്തി. അനേകരുടെ രക്ഷയ്ക്കായി, വീണ്ടെടുപ്പിനായി ദൈവം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി. നമുക്ക് അദ്ദേഹത്തെ കൂടുതലായി പരിചയപ്പെടാം. ലാലു ബ്രദറെ, സ്വാഗതം. ദൈവം അനുഗ്രഹിക്കട്ടെ. 7ാം ക്ലാസ്സിൽ വെച്ച് വിദ്യാഭ്യാസം ഇങ്ങനെ നിർത്തിക്കളയാനുള്ള കാരണം എന്തായിരുന്നു? ഞാനും എൻ്റെ സഹോദരൻ, ഞങ്ങളുടെ 2 ആൺപിള്ളേരാണ് ഞങ്ങളുടെ കുടുംബത്തിലുള്ളത്. ചേട്ടന് വെടിക്കെട്ടിൻ്റെ ഒരു അപകടം ഞങ്ങളുടെ എടവപ്പള്ളിയിൽ വെച്ചുണ്ടായി. എടവപ്പള്ളി വെച്ച് വെടിക്കെട്ട് കിടന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഒരു അപകടം ഉണ്ടായി. അവിടെ വെച്ച് പൂക്കുറ്റി പൊട്ടിത്തെറിച്ച് എൻ്റെ ചേട്ടൻ്റെ തലയെ കൊള്ളുകയും ചേട്ടൻ്റെ ഒരു വശം തളർന്നു പോവുകയും ചെയ്തു. അങ്ങനെ സാമ്പത്തികപരമായ രീതിയിൽ ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായി ചികിത്സയ്ക്കായിട്ട്. അപ്പൊ ആരും സഹായിച്ചൊന്നുമില്ലേ? അതിന് സഹായം ഞങ്ങൾ പള്ളിയിൽ നിന്ന് കേസ് കളിച്ചപ്പം വെടികെട്ടുകാർക്ക് ഇൻഷുറൻസ് ഇല്ലാത്തതുകൊണ്ട് പള്ളി 1ാം പ്രതിയായിപ്പോയി. അപ്പോൾ ഞങ്ങൾ കേസ് പാടെ പിൻവലിച്ചു. എന്താ പിൻവലിക്കാൻ കാരണം? പള്ളിയുടെ നിന്ന് ഞങ്ങൾ കാരണവന്മാരൊക്കെ ആയിട്ട് പണിത പള്ളിയാണ്, ചെറിയൊരു ഇടവപ്പള്ളിയാണ് ഞങ്ങളുടെ പള്ളി. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ പൈസ മേടിക്കുന്നില്ലെന്ന് വെച്ച് കേസ് ഞങ്ങൾ പിൻവലിച്ചു. എന്നിട്ട് ഞങ്ങൾ പിന്നെ, അതായത് നിങ്ങൾ വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിട്ട് പോലും ഇത്രയും വലിയൊരു അപകടം നടന്നിട്ടും പള്ളിയോടും പള്ളിക്കാരോടും ഒക്കെ ഉള്ള ഒരു സ്നേഹത്താൽ പള്ളിയെ കേസിൽ പ്രതിയാക്കണ്ട എന്നുള്ള ആ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ട് കേസ് പിൻവലിച്ചു. തീർച്ചയായിട്ടും. അപ്പൊ അത് വലിയ ബാധ്യത വരുത്തി വെച്ചു. അങ്ങനെ നമുക്കുണ്ടായിരുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടായി, അതൊക്കെ കൊടുക്കേണ്ട ഒരു അവസ്ഥ. ഇത് ഇവന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടായിട്ട്. അങ്ങനെ സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടായി. അങ്ങനെ ഞാൻ പഠിക്കാനായിട്ട് ഒത്തിരി ക്ലാസ്സുകളിൽ തോറ്റൊക്കെ ആയിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് 7ാം ക്ലാസ്സിൽ വെച്ച് എനിക്ക് പഠിത്തം നിർത്തേണ്ടി വന്നു. പഠിത്തം നിർത്തി കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഏക ആശ്രയം ഞാനായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. അപ്പം മാതാപിതാക്കളും പോരാഞ്ഞിട്ട് ഞങ്ങളുടെ ബന്ധുമിത്രാദികളൊക്കെ ഒത്തിരി എന്നെ കുറ്റപ്പെടുത്തുകയും വേദനിച്ചു. അവർക്കൊരു വേദനയായിപ്പോയി ഞാൻ. അങ്ങനെ ഞാൻ ഒത്തിരി വേദനിച്ചിരിക്കുമ്പോൾ സമയങ്ങളിലാണ് പാലായിൽ ബഹുമാനപ്പെട്ട നായ്ക്കുംപറമ്പിലച്ഛൻ്റെ കൺവെൻഷൻ വരുന്നത്. അപ്പം കൺവെൻഷൻ കൂടാനുള്ള ഇതിലല്ല പോയത്, അവിടെ ബ്രെഡും കരിങ്ങാലി വെള്ളവും ഉണ്ട്, അത് കഴിക്കാനായിട്ട് പോകണം. അത്രമാത്രം കഷ്ടത വീട്ടിലുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിക്കാനായിട്ട് പോയി. 2 ദിവസം കഴിച്ച് പോകുന്നു. 3ാം ദിവസം അത് കഴിക്കാനായിട്ടിരിക്കുമ്പോൾ ഒരു വചനം അച്ഛൻ ഇങ്ങനെ പറയുക: പെറ്റമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനെ മറക്കാനാവോ? അവൾ മറന്നാലും ഞാൻ മറക്കത്തില്ല. അതിൻ്റെ തൊട്ടടുത്തൊരു വചനം, ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയെക്കുറിച്ചും ദൈവത്തിന് വ്യക്തമായൊരു പദ്ധതിയുണ്ട്. ആ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ഈ 2 വചനം എൻ്റെ ജീവിതം പാടെ മാറി. ഞാൻ എന്താണെന്നറിയത്തില്ലാത്ത ഒരു വലിയ പ്രകാശം എന്നിലോട്ട് അട്ടിച്ചു. ഞാൻ പൊട്ടിക്കരയാൻ തുടങ്ങി. എൻ്റെ ഒരു വലിയ ആഗ്രഹം, ഇതെവിടെ നിന്നാണ്? അന്നിങ്ങനെ ടി വിയും കാര്യങ്ങളൊന്നുമില്ല. ഒരു കൊളാമ്പി കൂടി ഒച്ച വരുന്നത്. 1 ലക്ഷം പേരുടെ ഒരു കൺവെൻഷനാണ് പാലായിൽ അച്ഛൻ്റെ. അങ്ങനെ നിന്നു. അച്ഛനെ കാണണമെന്നുള്ള വലിയൊരു ആഗ്രഹമായി. ഇത് ഏത് പ്രായത്തിലേ സംഭവിക്കുന്നത്? ഇതെനിക്ക് 14-15 വയസ്സുള്ള സമയത്തിലാണ് സംഭവിക്കുന്നത്. അങ്ങനെ ഞാൻ അച്ഛനെ പറ്റി അന്വേഷിക്കുമ്പോൾ ഇത് ഡിവൈൻ ധ്യാനകേന്ദ്രം ചാലക്കുടിയിലാന്ന് പറഞ്ഞു. 10 പൈസ ഇല്ലാത്തവനാൾ എങ്ങനെ പോകാനായിട്ട് പറ്റും? ആഗ്രഹം വെച്ച് എന്നാളെല്ലാം എനിക്കറിയത്തില്ല. ഇതൊക്കെ ഈ അനുഭൂതിയിൽ നിന്നു. എങ്ങനെയൊക്കെയോ ഒരു 5-6 മാസം കഴിയുമ്പോൾ എനിക്ക് കുറച്ച് പൈസ കിട്ടി. ഞാൻ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ ധ്യാനം കൂടാനായിട്ട് ഒരാഴ്ച ധ്യാനം കൂടാനായിട്ട് വരുമോ. എൻ്റെ ലക്ഷ്യം അച്ഛനെ കാണണമെന്നുള്ളതായിരുന്നു. അവിടെ ധ്യാനം കൂടി. 2 ദിവസത്തെ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് അച്ഛനല്ല, ഈശോയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈശോയിലോട്ട് കടന്നു വരണം. അങ്ങനെ വചനം കേട്ടു, പ്രാർത്ഥിച്ചു. എനിക്ക് ഒത്തിരി പേരോട് വെറുപ്പും വിദ്വേഷവും ഉണ്ടായിരുന്നു. എൻ്റെ ബന്ധുമിത്രാദികളോടും മാതാപിതാക്കളോടും ഒക്കെ. അവിടെയൊക്കെ വെച്ച് അവരോടെല്ലാം യേശുവിൻ്റെ നാമത്തിൽ ക്ഷമിച്ചു. നന്നായിട്ട് പോയി ഒന്ന് കുമ്പസാരിച്ചു. അങ്ങനെ തുടർന്ന് കൗൺസിലിങ്ങിൽ കടന്നു വന്നു. ഒരു സിസ്റ്ററായിരുന്നു എനിക്ക് കൗൺസിലിംഗ് തന്നെ. ആ സിസ്റ്റർ ഇതേ വചനം തന്നെ പറയുന്നു: പെറ്റമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനെ മറക്കാനാവോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ലെന്ന് പറഞ്ഞ് ആ വചനം, മോനെ നിന്നെ ദൈവം ഒത്തിരി അനുഗ്രഹിക്കും. നീ ഈശോയുടെ സന്നിധിയിലോട്ട് കിടന്നു. കർത്താവിൻ്റെ കരത്തിൻ്റെ കീഴിൽ നീ താഴ്മയോടെ നിൽക്ക്. തക്ക സമയത്ത് ദൈവം നിന്നെ ഉയർത്തിക്കോളും എന്ന് പറഞ്ഞു. അത് കേട്ട് നല്ല സന്തോഷമായി, സമാധാനമായി. ഞാൻ ഒരു ദിവസം രാത്രിയിൽ ഊട്ടുശാലയിൽ അച്ഛനെ അവിടെ കാണാൻ ഭയങ്കര തിരക്കാണ്. ആ സമയത്ത് അച്ഛൻ മാത്രമേ ഉള്ളൂ. എനിക്ക് ഒത്തിരി പ്രാവശ്യം ട്രൈ ചെയ്തിട്ടൊന്നും പറ്റിയില്ല. ഞാൻ പറഞ്ഞു ഈശോയാന്ന് പറഞ്ഞു. ഈശോയെ കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു.
അങ്ങനെ ഞാൻ രാത്രിയിൽ ഭക്ഷണം കഴിച്ച് കയറി വരുമ്പോൾ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയപരമാർത്ഥം വിളിച്ചപേക്ഷിക്കുന്നു. കർത്താവ് സമീപസ്ഥനാണ്, തൻ്റെ ഭക്തരുടെ ആഗ്രഹം കർത്താവ് സഫലമാക്കും. ഞാൻ വരുമ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ച് കയറി വരുമ്പോൾ ബഹുമാനപ്പെട്ട നായിക്കുമറ വെച്ചിട്ട് ഒരു വണ്ടിയിൽ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുക. അച്ഛൻ്റെ അടുത്തൊരു സിസ്റ്ററുണ്ട്. സിസ്റ്റർ ചോദിച്ചു, മോനെ അച്ഛനെ കാണാനാണോ? ഞാൻ പറഞ്ഞു അതെ. അപ്പം അച്ഛൻ എന്നെ കൂട്ടിക്കൊണ്ട് പോയി റൂമിൽ കൊണ്ടുപോയി. എന്താ മോനെ എന്ന് ചോദിച്ചു. ഞാനിങ്ങനെ പൊട്ടി കരഞ്ഞു. എൻ്റെ വീട്ടിലെ അവസ്ഥകൾ മുഴുവൻ ഒരു അരമണിക്കൂർ കൊണ്ട് ഞാൻ പങ്കുവെച്ചു. അച്ഛൻ പറഞ്ഞു, മോനെ. അച്ഛനതെല്ലാം വളരെ ക്ഷമയോടെ കേട്ടു. ക്ഷമയോടെ നിന്നുകൊണ്ട് കേട്ടച്ഛൻ. ബഹുമാനപ്പെട്ട നായിക്കുമറ വെച്ചാൽ എന്നെ മാറോടൊന്ന് ചേർത്ത് പഠിക്കുന്നത്. ആദ്യമായി ഒരു വ്യക്തി ഇങ്ങനെ ചേർത്തണ സ്വന്തം അപ്പം പോലും ചെയ്തിട്ടില്ല. സ്വന്തം അപ്പം പോലും എന്നെ ചെയ്തിട്ടില്ല. അച്ഛൻ ഇങ്ങനെ ചെയ്യുന്നു. എൻ്റെ മനസ്സിലൊത്തിരി എന്തൊന്നില്ലാത്ത, ഇന്ന് വരെ ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ആനന്ദം എൻ്റെ മനസ്സിലോട്ട് പോയി. അപ്പം അച്ഛൻ പറഞ്ഞു, വാസ്തവത്തിൽ ഈ നായിക്കമ്പറമ്പിലച്ഛൻ എന്ന് പറയുന്ന ആള് ഒരു അസാധ്യ കാരണം ഇവിടെ വന്നിട്ടുള്ള ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഇന്ന് ജീവിച്ചിരിക്കാൻ കാരണം, എൻ്റെ കുടുംബം ഇന്ന് ഈ നിലയിലാകാൻ കാരണം ഈ നായിക്കമ്പറമ്പിലച്ഛൻ എന്ന ഒരൊറ്റ വ്യക്തിയാണ്. അദ്ദേഹത്തിലൂടെ കേട്ട കർത്താവിൻ്റെ വചനമാണ്. അദ്ദേഹം ചേർത്ത് നിർത്തി ആശ്വസിപ്പിച്ചതാണ് ഇന്ന് എൻ്റെ കുടുംബം ഈ ഭൂമിയിൽ ഉണ്ടാകാൻ കാരണം. എത്ര ഇങ്ങനെ ഇവിടെ വന്നവർ മാത്രം, വേറെ എത്രയോ ആയിരങ്ങൾ ഇങ്ങനെ പറഞ്ഞിരിക്കും. തീർച്ചയാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ബഹുമാനപ്പെട്ട നായിക്കമ്പറമ്പിലച്ഛനാണ് എന്നെ കെട്ടിപ്പിടിക്കുന്നത്. മോനെ, നീ വിഷമിക്കരുത്, ദൈവം നിന്നെ വഴി തുറക്കും. അച്ഛനാ പറഞ്ഞ വചനം പറയുവാണ്, മോനെ കർത്താവിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ദൈവം ഒരു വഴി തുറക്കും എന്ന് പറഞ്ഞ് അച്ഛൻ്റെ റൂമിലിരുന്ന് ഒരു ബൈബിൾ എൻ്റെ അടുത്ത് വന്നു, ഒരു കൊന്തയും എടുത്തു വന്നു. നീ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്ക്, ദൈവം നിന്നെ അനുഗ്രഹിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞു, അച്ഛൻ എനിക്ക് വായിക്കാനൊന്നും അറിയത്തില്ല. അച്ഛൻ പറഞ്ഞു, അറിയാവുന്നവരെ കുഞ്ഞു വായിക്കേ. അങ്ങനെ ഇന്ന് നീണ്ട ഒരു 30 വർഷങ്ങൾക്ക് 7ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രം ഉണ്ടായിരുന്നതുകൊണ്ട് അത്ര നല്ലപോലെ വായിക്കാനും എഴുതാനൊന്നും അറിയത്തില്ലായിരുന്നു. അന്നും ഇന്നും അതുപോലെ നല്ലതായിട്ട് വായിക്കാനൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ അച്ഛൻ്റെ റൂമിൽ നിന്ന് പോന്നു. വലിയ സന്തോഷമായി. അച്ഛൻ പറഞ്ഞു, നീ പോകുമ്പോൾ പനകളച്ഛനും ഒന്ന് കാണുമോയെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞാൻ 2 ദിവസം കഴിയുമ്പോൾ അച്ഛൻ്റെ അടുത്ത് ചെന്നു. അച്ഛൻ്റെ അടുത്ത് ചെന്ന് ഞാൻ നായിക്കമ്പറമ്പിലച്ഛൻ പറഞ്ഞു വിട്ടാന്ന് പറഞ്ഞ എന്നോട് അച്ഛൻ പറഞ്ഞു, പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നീ ഇവിടെ ഒരു ശുശ്രൂഷയിലായിട്ട് നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടെ നീണ്ട 6 വർഷം അവിടെ നിരന്തരം ശുശ്രൂഷയിൽ തന്നെ നിന്നു. അങ്ങനെ സ്റ്റേജിൽ ശുശ്രൂഷയിൽ ചെയ്തു. ഇലക്ട്രീഷ്യനായിട്ട് കുറച്ച് നേരം ഇലക്ട്രിക്കിൻ്റെ പണി അവിടെ പഠിപ്പിച്ചു. ഇലക്ട്രീഷ്യനായിട്ട് ജോലി ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടുന്ന് കുറച്ച് ശമ്പളമൊക്കെ കിട്ടും. വീട് പതുക്കെ പച്ച പിടിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടുന്ന് കിട്ടുന്ന ചെറിയ ശമ്പളത്തിൽ നിന്ന് വീട്ടിലേക്ക് ഇച്ചിരി അയച്ചു കൊടുക്കാൻ പൈസ അയച്ചു കൊടുക്കാൻ പറ്റി. അവിടെ വേറെ ചിലവൊന്നും ഇല്ലല്ലോ. അവിടുന്ന് ഭക്ഷണവും കിട്ടും, താമസവും എല്ലാം കിട്ടും. അവിടുന്ന് എനിക്ക് വേറെ ചിലവ്, ആ പൈസ ഞാൻ വീട്ടിൽ അയച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെ വീട് പതുക്കെ വന്ന് പച്ച പിടിക്കാൻ തുടങ്ങി. അങ്ങനെ അത് അവിടെ അധികം പൈസ തരാൻ പറ്റാത്തത് കൊണ്ട് വെറും 15-16 വയസ്സ് മാത്രമുള്ള കാലഘട്ടത്തിലെ കാര്യമായി പറയുന്നത്. ആ കാലഘട്ടത്തിലെ പറയുന്നത്. 3 വർഷങ്ങൾ കഴിയുമ്പോഴാണ്, അതായത് ഞാൻ 3 വർഷം ജോലി ചെയ്ത് കഴിഞ്ഞിട്ടാണ്, ഇലക്ട്രിക്കിൻ്റെ പണി പഠിച്ചിട്ടാണ് എനിക്ക് ശമ്പളമായിട്ട് തരുന്നത്. അതുകൊണ്ട് വീട് കഴിയാൻ ബുദ്ധിമുട്ടുള്ള വരുമ്പോൾ അച്ഛൻ മദ്രാസിലൊരു കമ്പനിയിൽ ഇലക്ട്രീഷ്യനായിട്ട് എന്നെ പറഞ്ഞു വിട്ടു. അവിടെ ഒരു 3500 രൂപ ശമ്പളം കിട്ടുമായിരുന്നു. അതും വീട്ടിൽ അയച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ മദ്രാസിലെ കൊതുക് കാരണം ഈ ബിൽഡിങ്ങിൻ്റെ മണ്ടയിൽ ഇങ്ങനെ കയറി കിടക്കും. അവിടെ മദ്രാസ് എയർപോർട്ടിലോട്ട് പോകണം, ഒത്തിരി പ്ലെയിനുകൾ ഇങ്ങനെ പറന്നു വരും. ഇത് കാണുമ്പോൾ ഞാൻ അവർക്ക് ഇതെല്ലാം ഒന്ന് കേടാനായിട്ട് പറ്റുമോ കർത്താവേ? ഇതൊക്കെ വലിയ വലിയ കാശുള്ളവർക്കും പൈസ ഉള്ളവർക്കും ഒക്കെ ഉള്ളതാണ്. അവിടെ കണ്ടു വേദനിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അബാൻ കൺസ്ട്രക്ഷൻ്റെ ഒരു MD, നിനക്ക് ഗൾഫിൽ പോകാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുന്നത്. അങ്ങനെ ഞാൻ, ഉണ്ട് സാറേ, പൈസ വന്നാൽ ഞാൻ ഫ്രീ ആയിട്ട് നിന്നെ ഗൾഫിൽ വിടുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ഗൾഫിൽ ഫ്രീ ആയിട്ട് പറഞ്ഞു വിടുവാണ്. ഗൾഫിൽ എവിടെയായിരുന്നു? ഗൾഫിൽ അബുദാബിയിലായിരുന്നു. ഇവിടെ ഇലക്ട്രീഷ്യനായിട്ട് എല്ലാവരും ഇൻ്റർവ്യൂ ചെയ്ത് ഞങ്ങളൊരു 125 പേരാണ് പോണത്. അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് എല്ലാവരും ക്ലീനിങ് സെക്ഷനിൽ റോഡ് തൂക്കുന്ന പണിയാണ്. അതായത് ഇവിടുന്ന് ഇലക്ട്രീഷ്യൻ ആണെന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നപ്പോൾ റോഡ് തൂക്കുന്ന പണിയാണ്. അപ്പം എന്നാണേലും ഈ ജോലിയാ കിട്ടുന്നതെന്ന് അറിഞ്ഞപ്പോൾ എന്ത് തോന്നി മനസ്സിൽ? എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. യേശുക്രിസ്തു കുരിശുമരണം പിതാവിന്റെ കരങ്ങളിൽ നിന്ന് സന്തോഷത്തോടെ സ്വീകരിക്കുന്നവരെ ഞാൻ ഒരാഴ്ചയൊക്കെ ബുദ്ധിമുട്ടും പ്രയാസം, അറിയാവുന്ന അല്ലെങ്കിൽ ആഗ്രഹിച്ച ജോലി കിട്ടിയില്ല, പക്ഷെ കിട്ടിയ ജോലിയെ ഇഷ്ടപ്പെട്ടു. 100% ദൈവകരങ്ങളും സ്വീകരിച്ചു. ഒരു കയ്യില് ബ്രഷും ഒരു കയ്യില് കൊന്തയും ചൊല്ലിക്കൊണ്ട് എനിക്കറിയാം കർത്താവ് എന്നെ കൈവിടത്തില്ല എന്നൊരു വലിയ ബോധ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ആ ദൈവം എന്നെ കൈവിടത്തില്ല. ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. നന്മയ്ക്കാണ്. അവിടുത്തെ പദ്ധതി വെച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം സർവ്വതും നന്മയ്ക്കാണ്. ദൈവകരങ്ങളും സ്വീകരിച്ചു. എനിവേ,
എന്താണേലും ആ ക്യാമ്പിൽ നിന്ന് എല്ലാ ദിവസവും അബുദാബി സിറ്റിയിലാണ് പള്ളിയുള്ളത്, സെൻറ്റ് ജോസഫ്സ് ചർച്ച്. ഞാൻ പള്ളിയുടെ മുന്നിൽ കൂടെ വണ്ടി പോണേ, അവിടെ പള്ളിയിൽ പോയി എല്ലാ ദിവസവും വിസ്തുർബാനയിൽ പങ്കെടുക്കും, പ്രാർത്ഥിക്കും. അപ്പവും വീഞ്ഞും വരുത്തുന്ന സമയത്ത് എൻ്റെ വേദനകൾ മുഴുവൻ ഈശോയോട് പങ്കുവെക്കും. ഒരു കൗമാരക്കാരനാണ് ഇങ്ങനെ ഈ ജോലിക്ക് പോകുന്ന സമയത്തൊക്കെ അവിടെ പള്ളിയിൽ ഇറങ്ങുന്നു, വിസ്തുർബാനയിൽ പങ്കെടുക്കുന്നു, പിന്നെ പോയി വീണ്ടും ജോലി ചെയ്യുന്നു, കിട്ടുന്ന സമയങ്ങളിലൊക്കെ പള്ളിയിൽ പോയിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ ഡിവൈൻ്റെ സ്റ്റേജിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ട് ആൾക്കാർക്ക് ഞാൻ ഡിവൈനിലെ ശുശ്രൂഷകനാണെന്ന് അറിയാമായിരുന്നു. അങ്ങനെ ആൾക്കാർ എൻ്റെ അടുത്ത് ഓരോ വിഷമങ്ങൾ പങ്കുവെക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അവരോട് വിഷമം കേൾക്കും, എന്തു വേണ്ടി അവർക്ക് കുറച്ച് വചനം പറഞ്ഞു കൊടുക്കും, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എനിവേ ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ അവരുടെ ആ പ്രശ്നത്തിൽ കർത്താവ് ഇടപെടുന്നതായിട്ട് സാക്ഷ്യപ്പെട്ടത്. അങ്ങനെ അബുദാബിയിലുള്ള ആ കൂട്ടായ്മയാണ് എന്നെ ഒരു ശുശ്രൂഷയിലേക്ക് ആദ്യമായിട്ട് കൈപിടിച്ച് നടത്തുന്നത്. അങ്ങനെ ഞാൻ ഈ ശുശ്രൂഷ തുടങ്ങി എന്തുവേണ്ടി ഒത്തിരി പേരുടെ അടുത്ത് ക്യാമ്പുകളിലും അവിടെയുള്ള ഒത്തിരി ക്യാമ്പുകളിലും ഒക്കെയുള്ള ആൾക്കാരെ പള്ളിയിൽ കൊണ്ടുവരാനും അതിനുള്ള ശുശ്രൂഷകളൊക്കെ സുവിശേഷം പറയാനും അവരെ കൗൺസിലിംഗ് കൊടുത്ത് അവരെ ആശ്വസിപ്പിക്കാനൊക്കെ അവിടെ ഉപയോഗിക്കുമായിരുന്നു. 2 വർഷം തികയുമ്പോൾ ഞാൻ സുവിശേഷ വേല ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ സൂപ്പർവൈസർ പാകിസ്ഥാനിയായിരുന്നു, ഒരു മുസ്ലിം സഹോദരനായിരുന്നു. അയാൾ പാരവെച്ചു. അങ്ങനെയുള്ള ജോലി അങ്ങ് നഷ്ടപ്പെട്ടു. വീടൊന്ന് പച്ച പിടിച്ച് വരുമായിരുന്നു. ആ സമയത്ത് ഒരു 10,000 രൂപ എനിക്ക് നാട്ടിൽ അയക്കാനായിട്ട് പറ്റുമായിരുന്നു. വീടൊന്ന് പച്ച പിടിച്ച് വരുമ്പോഴാണ് 2 വർഷം തികയും ജോലി പോകണം. എന്നാലും എൻ്റെ ദൈവം അറിയാതെ വലിയൊരു ബോധ്യം എൻ്റെ മനസ്സിലോട്ട്, ഈ വചനം എന്നെ എന്ത് പ്രതിസന്ധി വന്നാലും എൻ്റെ കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. എന്ത് സംഭവിച്ചാലും അതെന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്നുള്ള ഒരു ദൈവരാജ്യ ദർശനം ഉള്ളിലുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അത് ഇന്നും അന്നും എല്ലാം എപ്പോഴും ഉണ്ടെന്ന്. എന്ത് തകർച്ച വന്നാലും അതിനപ്പുറത്ത് ദൈവം ഒരു അനുഗ്രഹം എനിക്ക് തരുമെന്നുള്ള ബോധ്യമുണ്ട്. റോമ 8:18 വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടങ്ങൾ വെറും നിസ്സാരം. ഇത് പനങ്കിളച്ചൻ അവിടെ വന്നുകൊണ്ട് എപ്പോഴും പറയുന്ന ഒരു വചനം, ഈ വചനം എൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചു. ആ ജോലി നഷ്ടപ്പെട്ടു നാട്ടിൽ തിരിച്ചു വന്നു. അങ്ങനെ ഞാൻ ചിറ്റൂർ ധ്യാനകേന്ദ്രത്തിൽ ധ്യാനം കൂടാൻ പോണു. ഞാൻ കൗൺസിലിംഗ് സമയത്ത് ജോലി നഷ്ടപ്പെട്ടു വന്നപ്പോ ഇനി നമുക്ക് വേറെ ആശ്രയിക്കാനൊന്നുമില്ല, നമുക്ക് വേറെ കഴിവില്ല, സാധ്യതകളില്ല, വേറെ വാതിലുകളൊന്നും തുറന്നിട്ടില്ല. അപ്പൊ പിന്നെ ദൈവത്തിൽ ആശ്രയിക്കാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ധ്യാനം കൂടാൻ പോയി. അങ്ങനെ ചിറ്റൂർ ധ്യാനകേന്ദ്രത്തിൽ ധ്യാനം കൂടാൻ പോയി. ധ്യാനത്തില് അച്ഛനെ കാണാനായിട്ടുള്ള ഒരു കണ്ടു കഴിഞ്ഞപ്പോൾ അച്ഛൻ ഇവിടെ ശുശ്രൂഷയ്ക്ക് നിൽക്കാൻ പറഞ്ഞു. ഇവിടുന്ന് തന്നെ ദൈവം മന്നോർത്ത് തന്നെ അയച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ 2 വർഷം അവിടെ ശുശ്രൂഷയിൽ നിന്നു. അവിടെ കൗൺസിലിംഗ് ശുശ്രൂഷ, അവിടെയുള്ള യുവതി വാക്കുകൾക്കും ഫാമിലി കൗൺസിലിംഗും തുടങ്ങി. അങ്ങനെ 2 വർഷം തികയുമ്പോൾ ഒരാൾ വിസിറ്റ് വിസ അയച്ചു വന്നു. അങ്ങനെ ഞാൻ ജോലി തേടി പിന്നെയും ഗൾഫിൽ വരുന്നു. അങ്ങനെ ഗൾഫിൽ വന്നു. അവിടെ ഇലക്ട്രീഷ്യനായിട്ടൊരു കമ്പനിയിൽ ജോലി കിട്ടി. അങ്ങനെ ജോലിയിൽ തുടർന്ന് അവിടെ 2 വർഷം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കമ്പനിയിൽ ഒരു മാന്ദ്യം വന്ന് കമ്പനി അടച്ചുപൂട്ടുന്ന ഒരു അവസ്ഥ വന്നു. ആ സമയത്ത് എനിക്ക് അവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി, ഗൾഫിലെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി. അങ്ങനെ ഞാൻ ഒത്തിരി പേരുടെ സഹായം കൊണ്ടൊരു വണ്ടിയെടുത്ത് അങ്ങനെ ആൾക്കാരെ സൈറ്റിൽ കൊണ്ടുപോകുന്ന രീതിയിലൊരു ഓടുന്ന ഒരു ഇതായി. അങ്ങനെ എനിക്ക് ക്യാമ്പുകളൊക്കെ നല്ല പരിചയമുള്ളതുകൊണ്ട് ഈ ക്യാമ്പിൽ അവിടെയും ഈ കൗൺസിലിംഗ് ശുശ്രൂഷയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറച്ച് തുച്ഛമായ വരുമാനം കിട്ടാൻ തുടങ്ങി. അതൊക്കെ സൂക്ഷിച്ചു വെച്ചു. ഞാൻ എവിടെ ക്ലീനിങ് സെക്ഷനിൽ നിന്നോ അതേ സ്ഥലത്ത് വെച്ച് 2 പേര് കൂടി ഒരു കമ്പനി തുടങ്ങാനുള്ള ഒരു അവസരം ദൈവം എനിക്ക് തന്നു. എന്ത് കമ്പനിയായിരുന്നു? അവിടെ മെയിൻ്റനൻസ് കമ്പനിയായിരുന്നു. ആ മെയിൻ്റനൻസ് കമ്പനി മുന്നോട്ട് പോയി. ഏറെക്കുറെ 8 വർഷം ഒരുവിധം നല്ല ജോലിയും ഇതൊക്കെ ആയിട്ട് കിട്ടി. ആ കിട്ടിയ പൈസയും കൊണ്ട് എൻ്റെ വീട്ടിലുള്ള സാമ്പത്തിക മേഖലകളിലെല്ലാം തമ്പുരാൻ ഇടപെട്ടു. 7ാം ക്ലാസ് പഠിച്ചിട്ട് എല്ലാവരും എന്നെ വഴക്ക് പറയുമ്പോൾ ഞാനൊരു കണ്ടത്തിൽ വന്നിരുന്ന് കരയാറുണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഏറെക്കുറെ ഒരു 12 ഏക്കർ സ്ഥലമുണ്ട്. ഞങ്ങൾ ആ കണ്ടവകൽ എൻ്റെ ഒരു 30 സെൻറ്റ് സ്ഥലം ഉണ്ട്. അത് എൻ്റെ പേരിൽ എൻ്റെ അപ്പൻ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. ആ കണ്ടം മാത്രം എങ്ങനെയാണെന്നറിയില്ല, ഒരു സുപ്രഭാതത്തിൽ കരയായിട്ട് കയറി വന്നു. ആ കരയിൽ ഗവൺമെന്റ് ഇത് കരയാണെന്ന് അനുവദിച്ചു. അവിടെ വീട് വെക്കാനുള്ള ഒരു അനുവാദം കിട്ടി. അങ്ങനെ ആ സമയം കൊണ്ട് അവിടെ വീട് വെച്ചു. അപ്പം വീട് വെച്ചു. അങ്ങനെ സാമ്പത്തികപരമായ രീതിയിൽ പതുക്കെ വരാൻ തുടങ്ങി. അതിന് മുമ്പ് ചിറ്റൂർ ധ്യാനകേന്ദ്രത്തിൽ നിൽക്കുമ്പോഴാണ് എൻ്റെ വിവാഹം നടക്കുന്നത്. വിവാഹം നടന്നു. MA വരെ പഠിച്ച ഒരു പെൺകുട്ടിയാണ് കല്യാണം കഴിച്ചത്. 7ാം ക്ലാസ് വരെ പഠിച്ച ആൾക്ക് MA-കാരിയെ ഭാര്യയായിട്ട് കിട്ടുവാണ്. ചോദിക്കട്ടെ, ഇതിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ വല്ല ഈഗോ ക്ലാഷ് വല്ല ഉണ്ടായിട്ടുണ്ടോ? ഇന്ന് വരെ അതിന്റെ പേരിൽ ഒരു ഈഗോ ക്ലാഷ് ഉണ്ടായിട്ടില്ല. 2 കുട്ടികളുണ്ട്. മൂത്ത ആളുടെ പേര് ഇമ്മാനുവല്, രണ്ടാമത്തെ
പെൺകുട്ടിയാണ് തെരേസ. ഭാര്യ ശുശ്രൂഷയുടെ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. തീർച്ചയായിട്ടും ഭാര്യ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ഇംഗ്ലീഷിലെ ടെലിഫോൺ ഓപ്പറേറ്റർ ആയിരുന്നു. ശുശ്രൂഷയായിരുന്നു. അവരും ശുശ്രൂഷകയായിരുന്നു. അവിടെ വെച്ച് പരിചയപ്പെട്ട് അവിടുന്ന് അച്ഛൻ്റെയൊക്കെ അനുവാദത്തോടുകൂടിയാണ് ആ കല്യാണം നടന്നത്. പിന്നെ ഗൾഫിലേക്ക് തിരിച്ചുപോയി. പിന്നെയും ഗൾഫിൽ തിരിച്ചുപോയി. അങ്ങനെ ഇരിക്കുമ്പോൾ സുപ്രഭാതത്തില് ഞാൻ 8 വർഷം കമ്പനിയിലെ ജോലിയും ഒരുവിധം കമ്പനിയിൽ കുഴപ്പമില്ലാത്ത രീതിയിലൊരു വരുമാനമൊക്കെ എനിക്ക് കിട്ടുമായിരുന്നു. ഈ സമയത്തും എനിക്ക് ശുശ്രൂഷയുണ്ട്. ക്യാമ്പുകളിൽ പോവും. അവിടെ വേദനിക്കുന്ന ഒത്തിരി പേരുടെ അടുത്ത് കൗൺസിലിങ്ങിന് എന്നെ അങ്ങനെ ഞാൻ തിരിച്ച് ഷാർജയിൽ വരാറായി. എനിക്കൊരു തോന്നുക ദൈവത്തിന് വേണ്ടി ഫുൾ ടൈമായിട്ട് ദൈവ ശുശ്രൂഷ ചെയ്യണം. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് നായിക്കുമുറവച്ചൻ ഗൾഫിൽ ഒരു ശുശ്രൂഷയ്ക്കായിട്ട് വരുന്നത്. അച്ഛനെ കാണാനിടയായി. അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ചു. അപ്പം ഈശോ അങ്ങനെ ഒരു ബോധ്യം തരുന്നുണ്ടെങ്കിൽ നീ അത് മുന്നോട്ട് തന്നെ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ നീണ്ട ഒരു 11 വർഷക്കാലം ഗൾഫിലെ ഫുൾ ടൈം ശുശ്രൂഷയിൽ തന്നെ. അങ്ങനെ ഒരു ഫുൾ ടൈം ശുശ്രൂഷകനായിട്ട് നിൽക്കാനുള്ള എന്ത് സാധ്യതയുള്ളത്? സാധ്യതയുള്ളതെന്ന് പറഞ്ഞ പോലെ ഈ ക്യാമ്പുകൾ ഇഷ്ടം പടിയുണ്ട്. ഒത്തിരി ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. ആയിരക്കണക്കിനോ എന്നാ പറയുന്നത് ലക്ഷക്കണക്കിന് പറയാം. അതുപോലെ ആൾക്കാർ വളരെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നത്. ഒത്തിരി ബുദ്ധിമുട്ടാണ്. ഒത്തിരി പേര് ചീറ്റ് ചെയ്യുന്നുണ്ട്. ഒത്തിരി പേര് അവിടെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അവരെയൊക്കെ ചെന്ന് കണ്ട് അവരോട് സുവിശേഷം പറഞ്ഞ് അവരെ പള്ളിയിൽ കൊണ്ടുവരികയും അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുകയും കൂടുതലും ക്യാമ്പുകളിലായിരുന്നു എൻ്റെ ശുശ്രൂഷ മുഴുവൻ. പിന്നെ ഫാമിലി കുട്ടികൾക്കുള്ള ശുശ്രൂഷ. പിന്നെ അവിടെ പല പള്ളികളിലും ഷാർജ പള്ളിയുമായിട്ട് ചേർന്നിട്ട് അവിടെ പല പള്ളികളിലും ദൈവശുശ്രൂഷ വചനപ്രഘോഷണം ഉണ്ടായിരുന്നു. അങ്ങനെ വചനപ്രഘോഷണം ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇപ്പം ഫുൾ ടൈം നിന്നു. അങ്ങനെ 20 വർഷം ഞാൻ ഗൾഫിലെ ശുശ്രൂഷയിലുണ്ടായിരുന്നു. ഒരു പ്രവാസിയായിരുന്നു. 22 വർഷക്കാലം. അതിൽ തന്നെ നല്ലൊരു പങ്ക് സുവിശേഷ വേലയ്ക്കായിട്ട് ആ സമയം പ്രയോജനപ്പെടുത്തി. അതായത് ഏത് സാഹചര്യത്തിലും സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും വചനം പ്രസംഗിക്കുക. തീർച്ചയായിട്ടും അത് ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു വലിയ ബോധ്യമായി. ഇനി ഗൾഫിൽ ഞാൻ മാത്രമേ ഗൾഫിലുള്ളൂ. ഭാര്യയും പിള്ളേരും നാട്ടിലാണ്. വർഷത്തിൽ 2 പ്രാവശ്യമൊക്കെ വരുമ്പോഴും ഇവിടെയും ശുശ്രൂഷയ്ക്ക് ആളിനെ വിളിക്കുന്നുണ്ട്. അവിടെ എല്ലാം പോയി വചനം പങ്കുവെക്കും, കൗൺസിലിംഗ് നടത്തും. അങ്ങനെ ബോധ്യപ്പെടുത്തി നിൽക്കുമ്പോഴാണ് ഈ കൊറോണയുടെ ടൈമിൽ, കൊറോണയ്ക്ക് മുമ്പ് എനിക്ക് നാട്ടിൽ വരണമെന്നൊരു തോന്നി. അങ്ങനെ നാട്ടിൽ വന്നു. ഈ 1 വർഷക്കാലം ഈ കൊറോണയുമായിട്ട് ബന്ധപ്പെട്ട് നാട്ടിൽ നിൽക്കേണ്ട അവസ്ഥ വന്നു. എന്നാലും വിസ ഉണ്ടായിരുന്നു. അപ്പം തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ ഇനി വേണ്ട, ഇനി ഉള്ള കാലം മതിയാക്കാൻ തീരുമാനമെടുത്തു. അങ്ങനെ ഭാര്യയും പിള്ളേരുമായിട്ട് ഇനിയുള്ള കാലം മുഴുവനും ഇവിടെ നാട്ടില് ദൈവശുശ്രൂഷ ചെയ്യണം. അങ്ങനെ ഇപ്പം ഞാൻ എന്തൊക്കെ ശുശ്രൂഷകളാണ് ഇപ്പൊ ചെയ്യുന്നത്? ഇവിടെ കൗൺസിലിംഗ് ആണ്, ശുശ്രൂഷകളാണ് ചെയ്യുന്നത്. അവസരം കിട്ടുമ്പോൾ വചനപ്രഘോഷണം ചെയ്യും. അവസരം കിട്ടുമ്പോൾ കോവിഡ് ആയതുകൊണ്ട് അതിനുള്ള സാധ്യതകളില്ല. അപ്പം വചനപ്രഘോഷത്തിന് സാധ്യതയില്ലെങ്കിലും നമ്മൾ യൂട്യൂബിൽ കൂടെ ഓൺലൈനായിട്ടും നമ്മൾ ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട്. പോരാഞ്ഞിട്ട് ഇപ്പം നമ്മുടെ കാഞ്ഞിരപ്പള്ളി രൂപതയില് സെന്റ് പോൾ ചർച്ച് ഉണ്ട്. മാർപ്പാപ്പാടെ അവിടെ കൗൺസിലിങ്ങിന് പോകാറുണ്ട്. അവിടുത്തെ അച്ഛൻ്റെ പ്രസാദ് അച്ഛൻ്റെ കീഴിൽ ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മുൻപോട്ടുള്ള ജീവിതം ഇനി മുഴുവൻ സമയവും കർത്താവിന് വേണ്ടി തന്നെ മാറ്റി വെക്കണമെന്നുള്ളതാണോ അങ്ങയുടെ ആഗ്രഹം? തീർച്ചയായിട്ടും. വേറെ ഒരു പരിപാടിക്കും പോകണമെന്ന് എൻ്റെ മനസ്സിലില്ല. ദൈവം തന്നത് ഇന്ന് എന്താണെന്ന് ചോദിച്ചാൽ സമ്പത്തല്ല, ദൈവമാണ് സമ്പത്ത് എന്നുള്ളത് 100% എൻ്റെ മനസ്സിൽ മുഴുവൻ ഉറപ്പായി. അപ്പം മുമ്പോട്ടുള്ള ജീവിതത്തിൽ നമ്മുടെ അനുദിന ആവശ്യങ്ങൾ, നമ്മുടെ ഇനി ഭാവിയിലേക്ക് നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ, ഇങ്ങനെ നിരവധിയായ ആവശ്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ ആ സമയത്തേക്ക് എന്താ ചെയ്യുന്നത്? എന്താ പ്ലാനിങ്? അങ്ങനെ ഒരു പ്ലാനിങ്ങും ഇല്ല. ദൈവത്തിന്റെ പ്ലാനിന് വിട്ടേക്ക്. ദൈവത്തിന്റെ പ്ലാനും ഉദരഫലം ദൈവത്തിന്റെ ദാനമാണെങ്കിൽ ഇന്ന് വരെ ഞാൻ ദൈവശുശ്രൂഷ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മക്കളോ എൻ്റെ ജീവിത പങ്കാളിയോ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ആരുടെ മുന്നിൽ കൈ നീട്ടാനായിട്ട് ഇന്ന് വരെ ദൈവം അനുവദിച്ചിട്ടില്ല. ഒരു സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കല്യാണം കഴിക്കുമ്പോൾ സമയത്ത് ഞാൻ ചങ്കുരുകിയാണ് അവിടെ താലിയെടുത്ത് കെട്ടുന്നത്. എൻ്റെ ഭാര്യ ഒരിക്കലും തിരിച്ചവിടെ പോയി ഒരു ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് അപ്പൻ്റെയോ അമ്മയുടെയോ ആങ്ങളമാരുടെ കൈ നീട്ടല്ലേ എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു നത്ത സത്യം ഞാൻ ഇന്ന് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ, അവക്ക് കൊടുത്ത സ്വർണം ഞാൻ വീട് വെച്ചു, ചില സ്ഥലമൊക്കെ മേടിച്ചു. ഇന്ന് വരെയും ഈ സ്വർണം വിൽക്കേണ്ട ഒരവസ്ഥ, ഒരു നുള്ളു സ്വർണവും വിൽക്കേണ്ട ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ കുടുംബജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള മറ്റു പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതുവരെ ഉണ്ടായിട്ടില്ല.
ചെറുപ്പത്തിൽ നമ്മൾ നമ്മുടെ സ്വന്തം കുടുംബത്തിൽ നിന്ന് അനുഭവിച്ച കഷ്ടതകളും ഒക്കെ ഇവിടെ സ്വന്തം ഒരു കുടുംബജീവിതത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ഭാര്യയും മക്കളും ഒക്കെ ആയിട്ടുള്ള ജീവിതത്തിൽ ആ പ്രയാസങ്ങളൊന്നും ഉണ്ടായില്ല. ഇല്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടത്തും. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് തന്നെ നടക്കും. ഇതുവരെ നടത്തിയ ദൈവം ഇനിയും നടത്തും. തീർച്ചയായിട്ടും. ആ ഉറച്ച വിശ്വാസമുണ്ട്. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. തീർച്ചയായിട്ടും. ഓക്കെ, കർത്താവ് ആ വിശ്വാസത്തിൽ മുന്നോട്ട് പോകാനും ഇനിയും അനേകരെ ശുശ്രൂഷകളിൽ കൂടെ ബലപ്പെടുത്തുവാനും അനേകരെ ഇതുപോലെ വെറും 15 വയസ്സ് പ്രായത്തിലാണ് ഈ അനുഭവത്തിലേക്ക് വന്നത്. വളരെ തീക്ഷ്ണതയുള്ള തീവ്രമായ ആ ഒരു പ്രായത്തിൽ വഴിതെറ്റിപ്പോകാനും ഒക്കെ സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടി ജീവിതം കൊടുത്തു. അതൊരു വലിയ സാക്ഷ്യമാണ് ബ്രദർ, വലിയൊരു സാക്ഷ്യമാണ്. നമ്മുടെ ഈ ശുശ്രൂഷ ഇന്ന് അനേകർ കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരുപാട് മാതാപിതാക്കൾ മക്കളെ ഓർത്ത് വേദനിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഈ കൗമാരപ്രായത്തിലുള്ളവരെയൊക്കെ ഓർത്ത്. ഒരുപാട് മക്കൾ നമ്മളിപ്പോൾ ഈ മാധ്യമങ്ങളിലൂടെയൊക്കെ ദിനംപ്രതി എന്ന പോലെ നമ്മൾ കാണുന്നുണ്ട്. അത്രമാത്രം ചെറുപ്പക്കാർ പിള്ളേരാണ് മയക്കുമരുന്നിന് അടിമപ്പെട്ട് പല വിധത്തിൽ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ആർക്കെങ്കിലും ഒക്കെ ബ്രദറിൻ്റെ ഈ സാക്ഷ്യം ഒരു വലിയ അനുഭവമായി തീരും, സംശയം വേണ്ട. ആരെങ്കിലുമൊക്കെ വീണ്ടെടുക്കുവാനായിട്ട് എന്ന് പറയാം, ജീവിതം കർത്താവിനായിട്ട് കൊടുക്കുവാനായിട്ട് ആർക്കെങ്കിലുമൊക്കെ പ്രചോദനം ലഭിച്ചാൽ ഈ ശുശ്രൂഷ വലിയൊരു അനുഗ്രഹമായി. അപ്പോൾ വന്നതിലും ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തതിലും വളരെ ഒത്തിരി നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ.